കൃഷ്ണമന്ദേ ഭാഗവത് എല്ലാ സജ്ജനങ്ങളെയും സ്നേഹം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ലാസ് നയിക്കുന്നതിന് ആചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥപുരി സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. വൈവായനോ വിദഹകാതരയജുഹാവം ത്രേവിതം ഏതയാതരമുദീസ്തം സഹൃദയം ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 28-ാം അധ്യായത്തിലെ 28-ാമത്തെ ശ്ലോകം എന്നായിരുന്നു. അധ്യായം 28, ശ്ലോകം 28, 2:28 തന്നെയാണ്. ഈ അധ്യായത്തിലെ വിഷയം മുഴുവനും ധ്യാനത്തിന്റെ വൈവിധ്യമാർന്ന വഴികളെ കുറിച്ചാണ്. ഭഗവത് സ്വരൂപത്തെ പ്രത്യംഗം എങ്ങനെ ധ്യാനിക്കണം എന്ന്, ആ ധ്യാനത്തിലെ ഏറ്റവും അധികം കുറച്ചു പിടിച്ചൊരു വിഷയമാണത്. അത് മേൽപ്പത്തെ ഒരു 10 ശ്ലോകത്തിൽ ഓരോരോ അംഗങ്ങൾ, അവയവങ്ങൾ നമുക്ക് പ്രത്യേകം ബോധ്യപ്പെടുത്തി ധ്യാനിക്കാൻ വേർതിരിച്ചത്. അത് ചുരുക്കിയ ഇവിടെ ഒരു അധ്യായം അതിനു വേണ്ടി എടുത്തിരിക്കുകയാണ്, അത്രേ ഉള്ളൂ. അങ്ങനെ ഭഗവാന്റെ അംഗപ്രത്യംഗങ്ങൾ വർണ്ണിച്ചിട്ട് ആയുധങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ശംഖിനെ കുറിച്ചാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇപ്പോൾ കൗമോദകിയിലേക്ക് കിടക്കുന്നു. കൗമോദകിം ഭഗവതോ ദയിതാം സ്മരേതാം ദിഗ്ധാമരാതിഭടശോണിതകർദമേനം മാലം മഥോവൃതവരൂഥഗിരോപഗുഷ്ടാം ചൈത്യവ്യതത്വമമലം മണിമഫ്യകണ്ഠേ. കൗമോദകിം ഭഗവതോ, ഭഗവാന്റെ കൗമോദകി എന്ന ദയിതാം ഇഷ്ടപ്പെട്ട ഭാര്യ എന്നുള്ള അർത്ഥം. ഇഷ്ടപ്പെട്ട എന്നുള്ളതുകൊണ്ട് അർത്ഥത്തിലേക്ക് പിന്നെ വന്നുചേർന്ന ദയിതാം സ്മരേത, ഭഗവാന്റെ ഇഷ്ടപ്പെട്ട കൗമോദകയെ സ്മരിക്കേണ്ടതാണ്. ഇനിയും കൗമോദകയിലേക്കാണ് മനസ്സും ചിന്തയും ബുദ്ധിയും ഒക്കെ അല്പസമയത്തെ കുറച്ച് നിൽക്കേണ്ടത്. അതിന്റെ വൈശിഷ്ട്യം എന്താണ്? ദിഗ്ധാം അലാതിഭടശോണിതകർദമേനം. ദിഗ്ധമാണ്, സ്പർശിക്കപ്പെട്ടതാണ്. ദഗ്ധമാണ്, ദഹിച്ചത്. ഇത് ദിഗ്ധമാണ്. ദിഗ്ധം ദിശ, സ്പർശിക്കപ്പെട്ടത്, തൊട്ടത്. അരാതിഭടശോണിതകർദമേന, അരാതികൾ ശത്രുക്കൾ, ശത്രുക്കളാകുന്ന ഭടന്മാരുടെ ശോണിതം രക്തം, ആ രക്തം കട്ട പിടിച്ചതുപോലെയാണ്. കർദമം ചെളിയുന്ന. അപ്പൊ ശത്രുക്കളാകുന്ന ഭടന്മാരുടെ രക്തമാകുന്ന ചെളി പുരണ്ടതാണ് കൗമോദകി എന്ന ഗത. ദിഗ്ധാം അരാതിഭട ശോഭിത കർദമേന. മാലാം, മാലയെക്കുറിച്ചാണ്. മധുവ്രത വരൂഥഗിരോപഘുഷ്ടാം, മധുവ്രതം വണ്ടുകളാൽ ചുറ്റപ്പെട്ടത്. വരൂഥം കൂട്ടം. ഗിരോപഘുഷ്ടാം, ശബ്ദം കൊണ്ട് ഉപഘുഷ്ടമായ, ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന. മാലയുടെ ചുറ്റും വണ്ടിൻ കൂട്ടങ്ങളുടെ സമൂഹം ഇങ്ങനെ പാറി നടക്കുമ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന ശബ്ദത്വം കൊണ്ട് ശബ്ദമുണ്ടാക്കുന്നത് പോലെ തോന്നിക്കും ഈ മാലയും. പക്ഷെ മാലയല്ല, ശബ്ദം ഉണ്ടാക്കുന്ന വണ്ടുകളാണ്. മധുവ്രത വരൂഥ ഗിരാ ഉപഘുഷ്ടാം. മധുവ്രത വരൂഥഗിരോപഘുഷ്ടാം, മധുവ്രതങ്ങളാകുന്ന വരൂഥങ്ങളുടെ ശബ്ദം കൊണ്ട് ഉപഘുഷ്ടമായതും ആയ മാലാം. ചൈത്യഫ്യ, ചൈത്യം എന്ന് വെച്ചാൽ ചൈതന്യത്തിന്റെ, ജീവന്റെ തത്വം, ജീവന്റെ തത്വത്തെ അലം ആകുവോളും മണിം അഫ്യകണ്ഠേ. ജീവന്റെ സൂക്ഷ്മസ്വരൂപമായ ഭഗവാന്റെ കണ്ഠത്തിലുള്ള
ഈ മാലയെയും സ്മരിക്കേണ്ടതാണ്. തത്വം അമലം തത്വമല്ല, തത്വം അമലം, അമലം നിർമ്മലമായ പരിശുദ്ധമായ. ചൈതഫ്യ തത്വം അമലം മണിം അഫ്യകണ്ഠേ. ജീവന്റെ തത്വത്വം മുഴുവനും ബോധ്യപ്പെടുത്തത്തക്ക മട്ടിൽ പരിശുദ്ധമായ ഭഗവാന്റെ കണ്ഠത്തിൽ വിലസുന്ന മാലയെയും സ്മരിക്കണം, ധ്യാനിക്കണം. കൗമോദകി എന്ന ഗത മാല. കൗമോദകിം ഭഗവതോ ദയിതാം സ്മരേതാം ദിഗ്ധാമരാതിഭടശോണിതകർദ്ദമേന മാലം മധുവ്രതവരൂഥഗിരോപഹുഷ്ടാം ചൈത്യഫ്യതത്വമമലം മണിമഫ്യകണ്ഠേ. അരാതിഭട ശോണിതകർദ്ദമേന ദിഗ്ധാം ദയിതാം ഭഗവത കൗമോദകീം മധുവ്രതവരൂഥഗിര ഉപഹുഷ്ടാം മാലാം ചൈത്യഫ്യതത്വം അഫ്യകണ്ഠേ മണിം സ്മരേതാം. കൗമോദകിം ഭഗവതോ ദയിതാം സ്മരേതാം ദിഗ്ധാമരാതിഭടശോണിതകർദ്ദമേന മാലം മധുവ്രതവരൂഥഗിരോപഹുഷ്ടാം ചൈത്യഫ്യതത്വമമലം മണിമഫ്യകണ്ഠേ. കൃത്യാനുകമ്പിതധിയേഹ ഗൃഹീതമൂർത്തേഃ സഞ്ചിന്തയത് ഭഗവതോ വദനാരവിന്ദം യദ്വിസ്ഫുരൻ മകരകുണ്ഡലവൽഗിതേന വിദ്യോതിതാമലകപോരമുദാരനംസം. ഭൃത്യാനുകമ്പിത ധിയാ ഇഹ. ഭൃത്യന്മാരോട് അനുകമ്പയോട് കൂടിയ ബുദ്ധിയാൽ. ഭൃത്യ അനുകമ്പിത ധിയാ ഇഹ. ഇവിടെ ഗൃഹീതമൂർത്തെ, ഒരു ശരീരം സ്വീകരിച്ചു വന്നിരിക്കുകയാണ്. തന്റെ ഭക്തന്മാരെ അനുഗ്രഹിക്കണമെന്നുള്ളൊരു കാരുണ്യം കൊണ്ടാണ് ഇപ്പൊ ശരീരം സ്വീകരിച്ചു വന്നിരിക്കുന്നത്. പ്രത്യാനുകമ്പിതധിയ ഇഹ ഗൃഹീതമൂർത്തേ സഞ്ചിന്തയത്. ആ മൂർത്തിയുടെ ചിന്തിക്കണം. ഭഗവാന്റെ വദനാരവിന്ദം, താമര പോലെയുള്ള മുഖത്തെ കുറിച്ച് ചിന്തിക്കണം. യത് വിസ്ഫുരൻ മകരകുണ്ഡലവൽഗിതേന വിദ്യോതിതാമലകപോലമുദാരനാഭം. യാതൊന്നാണോ വിസ്ഫുരൻ വിടർന്നിരിക്കുന്ന, മകരകുണ്ഡലവൽഗിതേന മകരകുണ്ഡലങ്ങളുടെ ചലനം കൊണ്ട്, വൽഗിതം കൊണ്ട്, വിദ്യോതിത ശോഭിക്കുന്ന, അമല കപോലം ഉദാരനാഭം നിർമ്മലമായ കപോലം, ഉദാരമായ നാഭം, മൂക്കിനെയും കൂടി സ്മരിക്കേണ്ടതാണ്. ഭഗവാന്റെ ആ മുഖം, താമര പോലെ ശോഭിക്കുന്ന ആ മുഖം, ചെവികളിൽ ധരിച്ചിരിക്കുന്ന മകരകുണ്ഡലങ്ങളുടെ ചലനം താൻ, കാതിൽ അണിഞ്ഞിരിക്കുന്ന കുണ്ഡലങ്ങളുടെ ചലനം കൊണ്ട് ആ ശോഭ കണ്ണാടി പോലെയുള്ള കവിൾത്തളത്തിൽ തട്ടി പ്രതിഫലിക്കും. കവിൾത്തളത്തിലും ഒരു കുണ്ഡലം ആളുന്നുണ്ടോ എന്ന് തോന്നും. ഇത് ഭക്തന്മാർക്ക് ഏറ്റവും വലിയ ആനന്ദം പ്രദാനം ചെയ്യുന്ന മൂക്കോട് കൂടിയ മുഖമാണ്. മൂക്ക്, കവിൾ, ഇത് രണ്ടും ഒന്നിച്ചു പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതിനെയും സ്മരിക്കേണ്ടതാണ്. കൃത്യാനുകമ്പിതധിയേഹ ഗൃഹീതമൂർത്തേ സഞ്ചിന്തയത് ഭഗവതോ വദനാരവിന്ദം യദ്വിസ്ഫുരൻ മകരകുണ്ഡലവൽഗിതേന വിദ്യോതിതാമലകപോലമുദാരനാഭം. കൃത്യാനുകമ്പിതധിയാം ഇഹ ഗൃഹീതമൂർത്തേഃ ഭഗവതഃ വദനാരവിന്ദം സഞ്ചിന്തയത്. യത് വിസ്ഫുരൻ മകരകുണ്ഡലവൽഗിതേന വിദ്യോതിതാമലകപോലം ഉദാരനാഭം സ്മരേതെന്ന് മുമ്പത്തെ ശ്ലോകത്തോട് ചേർക്കും. കൃത്യാനുകമ്പിതധിയേഹ ഗൃഹീതമൂർത്തേ സഞ്ചിന്തയത് ഭഗവതോ വദനാരവിന്ദം യദ്വിസ്ഫുരൻ മകരകുണ്ഡലവൽഗിതേന വിദ്യോതിതാമലകപോലമുദാരനാഭം. ശ്രീനികേതമളിഭിഃ പരിസേവമാനം കൂട്യാ സ്വയാ കുട്ടിലകുന്തളവൃന്ദജുഷ്ടം മീനദ്വയാശ്രിതമധിക്ഷിപത് അബ്ജനേത്രം ധ്യയൻ മനോമയമതന്ത്രിതപുല്ലസഞ്ജോ. ഇത് ശ്രീനികേതം, യാതൊരു സ്ഥലമാണോ ലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടമായത്. യത് ശ്രീനികേതം,
യാതൊരു സ്ഥലമാണോ ശ്രീക്ക് നികേതമായത്, ഇരിപ്പിടമായതും അലിഭിപ്പരിസേവമാനം പണ്ടുകളാൽ സേവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഭൂത്യ ഐശ്വര്യം കൊണ്ട് സ്വയാ തന്നെത്താൻ കുടിലകുന്തളവൃന്ദജുഷ്ടം കുടിലമായ കുന്തളത്താൽ വ്യാപരിക്കപ്പെട്ടത്, ജുഷ്ടം വ്യാപരിക്കപ്പെട്ടത്. കുടിലകുന്തളവൃന്ദജുഷ്ടം കുടിലമായ വളഞ്ഞിരിക്കുന്ന കുറുനിരകളുടെ കൂട്ടം കൊണ്ട് വ്യാപരിച്ചിരിക്കുന്നതായ മീനദ്വയാശ്രിതം, രണ്ട് മീനുകളാൽ ആശ്രയിക്കപ്പെടും. മീനുകളുടെ കണ്ണുകളാണ്. എപ്പോഴും ഇളകിക്കൊണ്ടേ മീൻ ഇരിക്കുള്ളൂ. കണ്ണും അങ്ങനെയാണ്. മീൻ ഉറങ്ങുന്ന സമയത്ത് മാത്രമാണ് നിശ്ചലമായിരിക്കുന്നത്. നമ്മുടെ കണ്ണും അങ്ങനെയാണ്. ഇവിടെ മീനദ്വയാശ്രിതം, രണ്ട് കണ്ണുകളോട് കൂടിയതും അധിക്ഷിപത് അബ്ജനേത്രം, അധിക്ഷിപത് അധിക്ഷേപിക്കുന്ന, അബ്ജം താമര, താമരപ്പൂവിനെ അധിക്ഷേപിക്കുന്നതുമായ നേത്രം, കണ്ണുകൾ. മീനദ്വയാശ്രിതം അധിക്ഷിപതബ്ജനേത്രം ധ്യായേൻ, ധ്യാനിക്കേണ്ടതാണ്. മനോമയം അതന്ത്രിത ഉല്ലസദ്രോഹു, മനോമയമായിരിക്കുന്ന, മനസ്സിനാൽ സ്വീകരിക്കാൻ പറ്റുന്നത് ആയ അതന്ത്രിതം, എപ്പോഴും ശോഭിച്ചുകൊണ്ടേയിരിക്കുന്ന, ഉല്ലസദ്രോഹു വെട്ടിത്തിളങ്ങുന്ന പുരികങ്ങൾ, ഭ്രൂന്ന് വെച്ചാൽ പുരികം, വെട്ടിത്തിളങ്ങുന്ന പുരികങ്ങൾ. അപ്പൊ ഇവിടുത്തെ മുഖാരവിന്ദത്തെ ഒന്നുകൂടി ഒന്ന് വിശേഷിപ്പിക്കാം. സ്വതസിദ്ധമായ ശോഭ മുഖത്തിനുണ്ട്. പക്ഷേ കുടിലകുന്തളങ്ങൾ, കുറുനിരകൾ ഇളകിയാടിക്കൊണ്ട്, സ്വതസിദ്ധമായി ഇളകിയാടുന്ന അവകളെ കൊണ്ട് കുടിലമായ തലമുടിയാൽ വ്യാപരിക്കുന്ന മുഖം, താമരദളം പോലെ ഉള്ള കണ്ണുകൾ, വണ്ടുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന, രണ്ടു മത്സ്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന താമരപ്പൂവിന്റെ ശോഭയുള്ള മുഖം, യോഗപരിശുദ്ധമായ മനസ്സുകൊണ്ട് ധ്യാനിച്ചുറപ്പിക്കണം. നേത്രസദൃശമായിട്ടാണ് ഇവിടെ മത്സ്യത്തെ കാണിച്ചിരുന്ന മുമ്പ് ഞാൻ പറഞ്ഞത്. ശ്രീനികേതമളിഭി പരിസേവമാനം ഭൂത്യാഫയാ കുടിലകുന്തളവൃന്ദജുഷ്ടം മീനദ്വയാശ്രിതമധിക്ഷിപതബ്ജനേത്രം ധ്യായൻ മനോമയമതന്ത്രിത ഉല്ലസദ്ഭ്രൂഹും. സ്വയാ ഭൂത്യാ ശ്രീനികേതം കുടിലകുന്തളവൃന്ദജുഷ്ടം അബ്ജനേത്രം ഉല്ലസദ്ഭ്രൂ മനോമയം മീനദ്വയാശ്രിതം അബ്ജം അധിക്ഷിപത് യത് ധ്യായേത്. യശ്രീനികേതമളിഭി പരിസേവമാനം ഭൂത്യാഫയാ കുടിലകുന്തളവൃന്ദജുഷ്ടം മീനദ്വയാശ്രിതമധിക്ഷിപതബ്ജനേത്രം ധ്യായൻ മനോമയമതന്ത്രിത ഉല്ലസദ്ഭ്രൂ. ശ്രീനികേതമളിഭി പരിസേവമാനം ഭൂത്യാഫയാ കുടിലകുന്തളവൃന്ദജുഷ്ടം മീനദ്വയാശ്രിതമധിക്ഷിപതബ്ജനേത്രം ധ്യായൻ മനോമയമതന്ത്രിത ഉല്ലസദ്ഭ്രൂ. തസ്യാവലോകമധികം കൃപയാതിഘോര താപത്രയോപശമനായ നിസൃഷ്ടമക്ഷ്ണോഃ സ്നിഗ്ധസ്മിതാനുഗുണിതം വിപുലപ്രസാദം ധ്യായേച്ചിതം വിപുലഭാവനയാ ഗുഹായാം. തസ്യ അവലോകം അധികം, അതിൻ്റെ അവലോകം നോട്ടത്തെ, അധികമായ നോട്ടത്തെ കൃപയാ കാരുണ്യത്താൽ അതിഘോര താപത്രയോപശമനായ, അതിഘോരമായ താപത്രയങ്ങളെ ഉപശമിപ്പിക്കാൻ പര്യാപ്തമായ ആ കണ്ണിന്റെ, തസ്യ നേത്രസ്യ അവലോകം, നോട്ടം, ആ കണ്ണുകൊണ്ടൊരു നോട്ടം നമ്മുടെ മേൽ എത്തിച്ചാൽ മതി. ആ കാരുണ്യമുള്ള നോട്ടം കൊണ്ട് അതിഘോരമായ താപത്രയങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുന്നതാണ്. നിസൃഷ്ടം അക്ഷ്ണോഹു, കണ്ണുകളിൽ നിന്നും പുറപ്പെടുന്നത്.
നിസൃഷ്ടം പുറപ്പെടുന്ന അക്ഷ്ണോഹു കണ്ണുകളിൽ നിന്ന് സ്നിഗ്ധസ്മിത അനുഗുണിതം വിപുലപ്രസാദം, സ്നിഗ്ധമായ മനോഹരമായ മന്ദഹാസത്തോടു കൂടിയതും വിപുലപ്രസാദം വിപുലമായ അധികരിച്ചതായ അനുഗ്രഹം എന്ന പ്രസാദത്തോടു കൂടിയതുമായ ധ്യായേച്ചിരം ചിരം ധ്യാനിക്കേണ്ടതാണ്. വിപുല ഭാവനയാ ഗുഹായം, വിപുലമായ ഭാവനയുടെ ഗുഹായം, ഗുഹാന്ത ഹൃദയ ഗുഹയിൽ ഹൃദയത്തിന്റെ അന്തർഭാഗത്തിലുള്ള ആ ഭഗവന്റെ ആ സ്വരൂപത്തെ അധികകാലം ധ്യാനിക്കണം. ഭക്തന്മാരുടെ 3 വിധത്തിലുള്ള ദുഃഖങ്ങൾ ഇല്ലാതാക്കാൻ പര്യാപ്തമാണ് ആ 2 കണ്ണിൽ നിന്ന് നമ്മുടെ മേൽ പതിപ്പിക്കുന്ന കാരുണ്യപൂരിതമായ ഒരു നോട്ടം മാത്രം മതി. അത് എല്ലാവിധ സൗഭാഗ്യങ്ങളും സാധിപ്പിച്ചു തരാൻ പര്യാപ്തമാണ്. അതിൻ്റെ തൊട്ടുതാഴെ ചുണ്ടുകളിൽ നിന്ന് മനോഹരമായ മന്ദഹാസം, അത് ഹൃദയത്തിന്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന ഭഗവാന്റെ കടാക്ഷത്തെ, പ്രേമസ്വരൂപത്തെ അങ്ങനെ ധ്യാനിച്ചു. ഇനിയും ഉൾക്കമലത്തിൽ വിളങ്ങുന്ന ഭഗവത് സ്വരൂപത്തെ ധ്യാനിക്കും. ഇതുവരെ പുറത്ത് കണ്ടതാണ്, ഇനിയും അകത്താണ്. തസ്യാവലോകമധികം കൃപയാ അതിഘോര താപത്രയോപശമനായ നിസൃഷ്ടമക്ഷ്ണോ സ്നിഗ്ധസ്മിത അനുഗുണിതം വിപുലപ്രസാദം ധ്യായേച്ചിരം വിപുലഭാവനയാ ഗുഹായം. അതിഘോര താപത്രയോപശമനായാം അധികം കൃപയാം അക്ഷ്ണോഹ നിസൃഷ്ടം സ്നിഗ്ധസ്മിത അനുഗുണിതം വിപുലപ്രസാദം തസ്യാം അവലോകം ഗുഹായാം വിപുലഭാവനയാം ശിരം ധ്യായേത്. തസ്യാവലോകമധികം കൃപയാ അതിഘോരതാപത്രയോപശമനായ നിസൃഷ്ടമക്ഷ്ണോ സ്നിഗ്ധസ്മിത അനുഗുണിതം വിപുലപ്രസാദം ധ്യായേച്ചിരം വിപുലഭാവനയാ ഗുഹായം. തസ്യാവലോകമധികം കൃപയാ അതിഘോരതാപത്രയോപശമനായ നിസൃഷ്ടമക്ഷ്ണോ സ്നിഗ്ധസ്മിത അനുഗുണിതം വിപുലപ്രസാദം ധ്യായേച്ചിരം വിപുലഭാവനയാ ഗുഹായം. ഭാസം ഹരേരവനതാഖിലലോകതീവ്രാം ലോകാശ്രുസാഗര വിശേഷണമത്യുദാരം സമോഹനായ രചിതം നിജമായയാഫ്യമണ്ഡലം വികൃതേ മകരധ്വജസ്യാം. നീ ഭഗവാന്റെ ഹാസത്തെ കുറിച്ചാണ്. ഭഗവാന്റെ പുഞ്ചിരി, ആ ഹാസം അവനത അഖില ലോക തീവ്ര ലോകാശ്രുസാഗര വിശേഷണം അത്യുദാരം. ഹാസം ഹരേ, ഹരിയുടെ ഹാസം അവനതന്മാരായ നമസ്കരിക്കുന്ന അഖില ലോക എല്ലാ ലോകങ്ങളിലുമുള്ള ജനങ്ങളുടെ തീവ്രമായ ശോകാശ്രുസാഗരത്തെ വിശോഷണം ചെയ്യുന്ന, ഉണക്കി വറ്റിച്ചു കളയുന്നതാണ്. തന്നെ നമസ്കരിക്കുന്ന സകല മനുഷ്യരുടെയും തീവ്രമായ ദുഃഖാശ്രുക്കളാകുന്ന സാഗരത്തെ വിശോഷണം ചെയ്യാൻ, ഉണക്കി വരട്ടിക്കളയുന്ന അത്രയ്ക്ക് അധികം ഉദാരത്തോടു കൂടിയതും സമ്മോഹനായ രചിതം നിജമായാഫ്യം, തൻ്റെ മായ കൊണ്ട് സമോഹിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഭ്രൂമണ്ഡലം, പുരികക്കൊടികളുടെ കൂട്ടം, മുനികൃതേ മകരധ്വജസ്യാം. ആ ഭഗവാന്റെ പുരികക്കൊടികളെ ധ്യാനിക്കണം. അത് മുനികൃതേ, മുനിമാർക്ക് വേണ്ടിയാണ്, അവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. മകരധ്വജസ്യ സമോഹനായ, കാമദേവനെ മോഹിപ്പിക്കാൻ വേണ്ടി തൻ്റെ മായാശക്തി കൊണ്ട് ഉണ്ടാക്കി വെച്ചതാണ് ഈ പുരികക്കൊടികളുടെ ഇളക്കം. ഈ പുരികക്കൊടികൾ കാമദേവന്റെ വില്ലായിട്ട് കവികൾ ഉപമിക്കാറുണ്ട്. അതുകൊണ്ട് കാമവേദനകൾ ഒരു തരത്തിലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഭഗവാന്റെ ഭ്രൂവല്ലികളെ നിരന്തരമായും ധ്യാനിക്കണം. ഇതാണ് ആ ധ്യാനത്തിന്റെ ഉദ്ദേശ്യം.
ഹാഫം ഹരേരവനത അഖില ലോകതീവ്ര ലോകാശ്രുഫാകര വിശോഷണമത്യുദാരം മോഹനായ രചിതമായാഫ്യാം ഭൂമണ്ഡലം മണികൃതേ മകരധ്വജസ്യാം അവനതാഖില ലോക തീവ്രശോകാശ്രുസാഗര വിശോഷണം അത്യുദാരം ഹരേഹാസം മുനികൃതേ മകരധ്വജസ്യ സമ്മോഹനായ നിജമായ രചിതം അസ്യ ഭൂമണ്ഡലം ധ്യായേത്. ഹാസം ഹരേരവനതാഖില ലോകതീവ്രാം ശോകാശ്രുസാഗര വിശോഷണമത്യുദാരം മോഹനായ രചിതം നിജമായ ഭൂമണ്ഡലം മുനികൃതേ മകരധ്വജസ്യാം ഹാസം ഹരേരവനതാഖില ലോകതീവ്രാം ലോകാശ്രുസാഗര വിശോഷണമത്യുദാരം മോഹനായ രചിതം നിജമായ ഭൂമണ്ഡലം മുനികൃതേ മകരധ്വജസ്യാം ധ്യാനായനം പ്രഹഫിതം ബഹുലാധരോഷ്ടഭാസാരുണായിത തനുദ്വിജകുന്തപങ്ക്തേ ധ്യായത് സ്വദേഹകുഹ്രേ അപഫിതസ്യ വിഷ്ണോ സത്യാർദ്രയാത്പിതമന നപഥേത്. ധ്യാനത്തിൽ ആനയനം കൊണ്ടുവരുന്ന, ധ്യാനത്തിൽ കടത്തി വിടാൻ പറ്റുന്ന, ധ്യാനത്തിന് ആസ്പദമായിരിക്കുന്ന പ്രഹഫിതം പുഞ്ചിരിയെ, ഭഗവാന്റെ പുഞ്ചിരി ധ്യാനത്തിന് ഏറ്റവും ആസ്പദമാണ്. കണ്ണുകൾ അടച്ച് ധ്യാനിക്കാൻ തുടങ്ങിയാൽ ആ മന്ദഹാസം അങ്ങനെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കും. ബഹുലാധരോഷ്ടഭാസാരുണായിത തനുദ്വിജകുന്തപങ്ക്തി, ബഹുലങ്ങളായ ധാരാളമുള്ള അധരം കീഴ്ചുണ്ട്, ഓഷ്ടം മേൽച്ചുണ്ട്, അധികരിച്ചിരിക്കുന്ന ആ ചുണ്ടുകളിൽ നിന്നും ബഹുല അധിരോഷ്ടഭാസ ശോഭയാൽ അരുണായുധം ചുവപ്പ് നിറമുള്ള ചുണ്ടുകൾ രണ്ടും ചുവന്നതാണ്. അതിൻ്റെ അകത്തുള്ള തനു ദ്വിജകുന്തപങ്ക്തി, അതിൻ്റെ അകത്തുള്ള തനുവായ തിന്നായ ചെറിയ, ദ്വിജം എന്ന് വെച്ചാൽ പല്ല് എന്നർത്ഥം. നമുക്ക് ദ്വിജം എന്ന് കേട്ടാൽ ബ്രാഹ്മണന് മാത്രമേ അറിയൂ. ദ്വിജം എന്നുള്ളത് ദ്വിജഹ എന്ന് പുല്ലിംഗമായ ബ്രാഹ്മണൻ, ദ്വിജം എന്ന് നംസലിംഗമായാൽ പല്ല്, ദ്വിജഹ എന്ന് പുല്ലിംഗമായാൽ പക്ഷി എന്നർത്ഥം. രണ്ട് ജന്മമുള്ളതാണ്. ദ്വാഭ്യാം ജായതേ ഇത് ദ്വിജഹ. മാതൃഗർഭത്തിൽ നിന്നും ഒരു ജന്മം, ഉപനയന സമയത്ത് ആചാര്യഗർഭത്തിൽ നിന്നും രണ്ടാമത് ജന്മം, അപ്പോഴാണ് ദ്വിജൻ ആകുന്നത്. പക്ഷികളും അങ്ങനെയാണ്. ആദ്യം മുട്ടയിൽ കൂടി ഒരു ജന്മം, രണ്ടാമത് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളായിട്ട് മാറും. രണ്ട് ജന്മം. പല്ലിനും അങ്ങനെയാണ്. ആദ്യം ഉണ്ടാകുന്ന പല്ല് മുഴുവൻ കൊഴിഞ്ഞു പോകും, രണ്ടാമത് വീണ്ടും ഉണ്ടാകും. അതുകൊണ്ട് പല്ലുകൾക്ക് ദ്വിജം, രണ്ട് ജന്മമുണ്ട്. ആദ്യം ഒന്നുണ്ടാകും, അത് മുഴുവൻ നശിച്ചു പോകും, രണ്ടാമത് വീണ്ടും ഉണ്ടാകും. ഇവിടെ ദ്വിജങ്ങളുടെ കുന്തപങ്ക്തി, കുന്തം എന്ന് വെച്ചാൽ മുല്ല, മുല്ലമൊട്ടുപോലെ, മുല്ലമൊട്ടുകൾ കോർത്തടുക്കി വെച്ചിരിക്കുന്ന പോലെയുള്ള, അതിൻ്റെ കൂട്ടം പോലെയുള്ള പല്ല്, അതിമനോഹരമായ ചുവന്നു തുടുത്ത രണ്ട് ചുണ്ടുകൾക്കിടയിൽ കൂടി മുല്ലമൊട്ടുകൾ പോലെ ചെറിയ രണ്ടുവരി പല്ലുകൾ പുറത്തേക്ക് കാണുമ്പോൾ ആ മന്ദഹാസത്തിന്റെ, ആ പുഞ്ചിരിയുടെ ഒരു ശോഭ, ഒരു തിളക്കം ഒരു ഭക്തൻ അനുഭവിച്ചറിയാം. അതിനെ ധ്യാനിക്കണം. സ്വദേഹ കുഹരേ അവഫിതസ്യ വിഷ്ണു, സ്വന്തം ശരീരമാകുന്ന കുഹരത്തിൽ, ഗുഹയിൽ വസിക്കുന്നവനായ വിഷ്ണുവിൻ്റെ ഈ സ്വരൂപത്തെ ധ്യാനിക്കണം. ഭക്തി ആർദ്രയാർപ്പിതമനാം, കൊണ്ട് ആർദ്രമായ മനസ്സ് അർപ്പിച്ചുകൊണ്ട്, പൃഥക് ദിദക്ഷേ, വേറെ ഒന്നിനെയും കാണരുത്. പൃഥക് വേർതിരിച്ചു മറ്റൊന്നിനെയും ദിദക്ഷേത് കാണരുത്. ഇത് ധ്യാനത്തിന് മറ്റൊരു സ്വഭാവമാണ്. എന്തിനെ ധ്യാനിക്കുന്നുവോ അത് മാത്രമേ ഉള്ളിൽ കാണാവൂ, മറ്റൊന്നും കടന്നു വരാതിരിക്കാൻ ശ്രമിക്കണം.
ഹൃദയ ഗുഹയിലാണ് ഭഗവാന്റെ സ്വരൂപം സ്ഥിതി എന്ന് പറഞ്ഞു. ഇനി അവിടേക്കാണ് നമ്മൾ ധ്യാനം പോകുന്നത്, പുറത്തേക്കല്ല. പുറത്തുള്ള ഓരോ വിഷയങ്ങളിൽ നിന്നും വിഗ്രഹങ്ങളിൽ നിന്നും എന്താണ് നമ്മുടെ ബുദ്ധിയും മനസ്സും ഇന്ദ്രിയവും തിരിഞ്ഞ് അകത്തേക്ക് വന്നു. ഈ വിഗ്രഹത്തിൽ കണ്ട ചൈതന്യം എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ എന്ന് തിരിച്ചറിയും. അതെവിടെയാണ്? തൻ്റെ ഹൃദയത്തിന്റെ ഗുഹയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ആ ഭഗവാന്റെ അതിമനോഹരമായ മന്ദഹാസം ചൊരിയുന്ന പുഞ്ചിരി, അത് രണ്ട് ചുവന്നു കൊടുത്ത ചുണ്ടുകൾക്കിടയിൽ കൂടി പുറത്തേക്ക് മുല്ലമുട്ടുപോലെ ശോഭിക്കുന്ന അതിമനോഹരമായ ആ പല്ലിൻ്റെ കൂടി വരുന്ന മന്ദഹാസത്തെ ധ്യാനിക്കണം. മറ്റൊന്നും ധ്യാനിക്കരുത്. മനസ്സ് ചലിക്കാതെ മറ്റൊന്നും പോവാതിരിക്കണം. അപ്പം ഇതിൽ മനസ്സുറപ്പിച്ചാൽ ധ്യാനത്തിന്റെ ഒരു പടി ഉറപ്പായി എന്നർത്ഥം. ചുണ്ടുകളിൽ നിന്നുള്ള കാന്തിയുടെ വ്യാപ്തി കൊണ്ട് നല്ല ചുവപ്പ് നിറത്തിന്റെ ഒരു ഓളം തിളക്കം ഈ പല്ലിനും തോന്നിക്കാം. അങ്ങനെയുള്ള ആ മന്ദഹാസത്തെ ധ്യാനിക്കണം. ധ്യാനായനം പ്രഹഫിതം ബഹുലാധരോഷ്ട ആസാരുണായുതനുദ്വിജകുന്ദപംക്തി ധ്യായത് സ്വദേഹ ഗുഹരേ അവസിതസ്യ വിഷ്ണോ ത്യാർദ്രയാത്മിതമന ന പൃഥക് ദിദക്ഷേത്. ബഹുലാധരോഷ്ടഭാഫ അരുണായുധ തനുദ്വിജകുന്തപംക്തി ധ്യാനായനം വിഷ്ണോഃ പ്രഹസിതം ആർദ്രയാ ഭക്ത്യാ അർപ്പിതമനാഃ ധ്യായേത് പൃഥക് ന ദിദക്ഷേത്. ധ്യാനായനം പ്രഹസിതം ബഹുലാധരോഷ്ട ആസാരുണായുതനുദ്വിജകുന്തപംക്തി ധ്യായത് സ്വദേഹ ഗുഹരേ വസിതസ്യ വിഷ്ണോ ത്യാർദ്രയാത്മിതമന ന പൃഥക് ദിദക്ഷേത്. ധ്യാനായനം പ്രഹസിതം ബഹുലാധരോഷ്ടഭാസാരുണായുതനുദ്വിജകുന്തപംക്തി ധ്യായത് സ്വദേഹ ഗുഹരേ വസിതസ്യ വിഷ്ണോ ത്യാർദ്രയാത്മിതമന ന പൃഥക് ദിദക്ഷേത്. ഏവം ഹരോ ഭഗവതി പ്രതിലബ്ധഭാവോ ഭക്ത്യാദ്രവത് ഹൃദയ ഉത്പുളകപ്രമോദാത് ഔത്കണ്ഠ്യബാഷ്പകലയാം മുഹുരദ്യമാനസ്തച്ചാഭിജിത്തബലിശം ശരേർവിയുക്തേ. ഏവം. അപ്പൊ ധ്യാനത്തിന്റെ ആ സ്വരൂപത്തെ സമ്പൂർണമായിട്ടും ഉപസംഹരിക്കാൻ പോവാണ്. ഹരവു ഭഗവതി, ഭഗവാനായ ഹരൻ. ഭഗവതി എന്ന് കേട്ടാൽ ഭഗവാനിൽ എന്നാണ്. നമ്മൾ മലയാളം ഉദ്ദേശിക്കുന്ന ഭഗവതിമാരെ പറയണമെങ്കിൽ സംസ്കൃതത്തിൽ ഭഗവതീന്ന് ദീർഘമുണ്ട്. ദീർഘം വന്നാൽ ഭഗവതീന്ന് കിട്ടും. അല്ലാതെ ഹ്രസ്വത്തിൽ ഭഗവതി പറഞ്ഞാൽ ഭഗവാനിൽ എന്ന് സപ്തമി അർത്ഥമാണ്. ഏവം ഹരവു ഭഗവതി, ഇങ്ങനെ മഹാവിഷ്ണുവാകുന്ന ഭഗവാനിൽ പ്രതിലബ്ധഭാവോ, ഒരു ഭാവം ലഭിച്ചാൽ, പ്രതിലബ്ധമായ ഭാവത്തോടു കൂടിയാൽ ഭക്തിയാ, ഭക്തി കൊണ്ട് ദ്രവത് ഹൃദയ ഉത്പുളക പ്രമോദ, ദ്രവിക്കുന്ന ഹൃദയത്തിൽ ഉത്പുളക പ്രമോദ, സന്തോഷം കൊണ്ട് രോമാഞ്ചം ഉണ്ടാകും. ഔത്കണ്ഠ്യ ബാഷ്പകലയ, ഉത്കണ്ഠ കൊണ്ട് കണ്ണിൽ നിന്നും കണ്ണീര് വീഴും. മുഹുരദ്യമാന, അങ്ങനെ വിഷമിക്കും, ക്ലേശിക്കും. തച്ചാപി, അതും ചിത്തബലിശം ശരേർവിയുക്തേം, ചിത്തസ്വരൂപമായ ആ ചൂണ്ടലും, ബലിശം എന്ന് വെച്ച ചൂണ്ടൽ, ചൂണ്ടയുടെ അറ്റത്ത് മീനെ പിടിക്കാൻ വേണ്ടി ഇടുന്ന ഒരു ചെറിയ ഇരയുടെ പേരാണ് ബലിശം എന്ന്. അതും പതുക്കെ പതുക്കെ വന്നിടും. അപ്പൊ ഇങ്ങനെ എല്ലാ സന്താപങ്ങളും ഇല്ലാതാക്കുന്ന ആ ഭഗവാനിൽ മനസ്സുറച്ചുകൊണ്ട് അത്യാനന്ദത്തെ അനുഭവിക്കുന്നത് കൊണ്ട്, ഹൃദയം ദ്രവിക്കുന്നത് കൊണ്ട് രോമാഞ്ചമുണ്ടാകും. ആനന്ദാമൃതത്തിൽ മുങ്ങിപ്പൊങ്ങുന്നത് കണ്ണീരുണ്ടാകും. അങ്ങനെയുള്ള ചിത്തമാകുന്ന ചൂണ്ടലുകൊണ്ട്, നോക്കിയോ, ചിത്തം എന്ന ചൂണ്ട കൊണ്ട് ഭഗവാനിലേക്ക് എറിഞ്ഞു പിടിക്കുകയാണ്.
അതുകൊണ്ട് സ്വാധീനപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഭഗവാനിൽ നിന്ന് വേറിട്ട് പിന്നെ നിൽക്കില്ല, അങ്ങനെ നിൽക്കുള്ളൂ, ഭഗവന്മയമായി ഭവിക്കും. അപ്പൊ ധ്യാനം, ധ്യേയം, ധ്യേതാവ് എന്ന് 3 വിഷയങ്ങളാണ്. ധ്യാനം അപ്രവൃത്തിയാണ്. ധ്യേയം ആരെ ധ്യാനിക്കുന്നുവോ അവൻ, ഇവിടെ ഭഗവാൻ. ധ്യാതാവ് നമ്മൾ തന്നെ. ഈ 3 വിഭാഗത്തിലുള്ള വസ്തുക്കളെ ഒന്നിച്ചു കൂട്ടിച്ചേർക്കണം. എൻ്റെ ഭേദമൊക്കെ ഇല്ലാതാക്കണം. ഞാനാണ് ധ്യാനിക്കുന്നത്, ഭഗവാനെയാണ് ധ്യാനിക്കുന്നത് മാറിയിട്ട് ഞാനും ഭഗവാനും ഇവിടെ ഒന്ന് തന്നെയാണ്. ധ്യാനത്തിന് 3ാമത്തെ ഘട്ടമാണ്. ആദ്യം വെളിയിൽ വിഗ്രഹങ്ങൾ കണ്ട സ്വരൂപത്തെ ധ്യാനിച്ചു. രണ്ടാമത് അത് തൻ്റെ ഉള്ളിലാണെന്ന് കണ്ട് തൻ്റെ ഉള്ളിൽ നിന്നും ആ സ്വരൂപത്തെ ധ്യാനിച്ചു. 3ാമത് ഈ സ്വരൂപം താൻ തന്നെയാണെന്ന് തിരിച്ചറിയും. അഹം ബ്രഹ്മാസ്മി എന്നോ തത്വമസിന്നോ ഒക്കെ എപ്പോഴാണ് ബോധ്യമാകുന്നത്. അതുകൊണ്ട് ഇതിനെയാണ് സ്വബീജ യോഗം എന്നിവിടെ പറഞ്ഞു തുടങ്ങി. അതിനെയാണ് അത് നിരന്തരമായും അഭ്യസിച്ച് അതിൻ്റെ പരിപാകാവസ്ഥയിൽ നിർബീജ സമാധി ഉണ്ടാകും, നിർവികൽപ്പ സമാധി. ഈ വഴിയാണ് ഈ അധ്യായം തുടങ്ങിയപ്പോൾ പറഞ്ഞു നിന്ന് അതിനെ പൂർണ്ണമാക്കാൻ പോവുകയാണ്. ഏവം ഹരോ ഭഗവതി പ്രതിലബ്ധഭാവോ ഭക്ത്യാദ്രവദ്ധതയോത്പുളക പ്രമോദാ ഔത്കണ്ഠ്യബാഷ്പകലയാമുപരാദ്യമാനസ്തച്ചാവജിത്തബിഡിശം ശമേർവുദുന്തേ. ഭഗവതി ഹരോ പ്രതിലബ്ധഭാവഃ ഭക്ത്യാ ദ്രവദ്ധതയഃ പ്രമോദാത് ഉത്പുളകഃ ഔത്കണ്ഠ്യബാഷ്പകലയാ മുഹുഃ അദ്യമാനഃ തച്ചിത്തബിഡിശം അപി ശനകൈഃ വിയുങ്ക്തേ. ഏവം ഹരോ ഭഗവതി പ്രതിലബ്ധഭാവോ ഭക്ത്യാ ദ്രവദ്ധതയോത്പുളക പ്രമോദാത് ഔത്കണ്ഠ്യബാഷ്പകലയാ മുഹുരദ്യമാനസ്തച്ചാവിചിത്തബിഡിശം ശനകൈർവിയുങ്ക്തേ. ഏവം ഹരോ ഭഗവതി പ്രതിലബ്ധഭാവോ ഭക്ത്യാ ദ്രവദ്ധതയോത്പുളക പ്രമോദാത് ഔത്കണ്ഠ്യബാഷ്പകലയാ മുഹുരദ്യമാനസ്തച്ചാവിചിത്തബിഡിശം ശനകൈർവിയുങ്ക്തേ. മുക്താശ്രയം നിർവിഷയം വിദഗ്ധം നിർവാണമക്ഷതി മനഃ ആത്മാനമർത്ഥപുരുഷോദ്വേധാനമേകം അന്വീക്ഷതേ പ്രതിനിവൃത്തഗുണപ്രവാഹം. മുക്താശ്രയം, മുക്തം മോചിക്കപ്പെട്ടത്, ആശ്രയത്തിൽ നിന്നും മോചിക്കപ്പെട്ടത്. ഇതുവരെ ധ്യാനിക്കാൻ നമുക്കൊരു ആശ്രയം ഉണ്ടായി. അതുകൊണ്ടാണ് സ്വബീജ ധ്യാനം എന്ന് പറഞ്ഞത്. ആ ആശ്രയത്തിൽ നിന്ന് ഇപ്പൊ പതുക്കെ മുക്തനായി. ഇനിയും ഒന്നും ധ്യാനിക്കാൻ വേണ്ട. മുക്താശ്രയം ആയാൽ നിർവിഷയം, വിഷയങ്ങളൊന്നും വേണ്ട. അതിന് ഏതൊരു വിഷയത്തെ ധ്യാനിക്കണം എന്നില്ല. ആദ്യമാദ്യമാണ് സ്വബീജ യോഗത്തിൽ ഇത് വേണ്ടി വന്നത്. പിന്നെ പിന്നെ ആ വിഷയത്തെ കളഞ്ഞ് ഞാൻ തന്നെയാണ് എല്ലാ വിഷയവും എന്ന് ചെയ്തു. പ്രപഞ്ചത്തിന്റെ സമസ്ത ഘടനകളും ഘടകങ്ങളും താൻ തന്നെയാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ താനല്ലാതെ മറ്റൊരു വിഷയം ഈ ലോകത്തിലില്ല എന്നുള്ളത് കൊണ്ട് വന്നാൽ നിർവിഷയമാണ്. അപ്പോൾ വിരക്തി ഉണ്ടാകും. കാരണം രണ്ടാമതൊന്നും ഉണ്ടെങ്കിലല്ലേ എനിക്ക് വേണമെന്ന് തോന്നുള്ളൂ. എല്ലാം ഒന്നേ ഉള്ളൂവെങ്കിൽ പിന്നെ എനിക്ക് വേണം എന്ന് തോന്നലില്ല. അപ്പൊ താനെ വിരക്തി ഉണ്ടാകും. അപ്പോൾ നിർവാണം പതുക്കെ മോക്ഷാവസ്ഥയിലേക്ക് വൃച്ഛതി പ്രാപിക്കും. നിർവാണത്തെ വൃച്ഛതി പ്രാപിക്കുന്നു. നിർവാണം അധികം വൃച്ഛതിയാണ്. അവിടെ മൃ എന്ന് കാണുന്നത് മകാരവും ഋകാരവും കൂടി ചേർന്ന് ആയിപ്പോയതാണ്. മനഫ് യഥാർച്ചി. പെട്ടെന്ന് എപ്രകാരമാണോ അർച്ചിഫ് തിരി, അതുപോലെ യഥാർച്ചി. വിളക്കിൽ നിറച്ചെണ്ണ ഒഴിച്ച് തിരിയിട്ട് കത്തിച്ചു. അത് കത്തിത്തീർന്നാൽ എണ്ണയും തീരും, തിരിയും തീരും. എണ്ണ തീർന്നാൽ പിന്നെ തിരി നിൽക്കില്ല. കരിന്തിരി എരിഞ്ഞ് ആ തിരിയും തീരും. ഇതുപോലെ വിഷയം ഇല്ലാതെ വന്നാൽ പിന്നെ മനസ്സെന്ത് ചെയ്യും? പിന്നെ മനസ്സ് നിർവിഷയത്തിലേക്ക് ലയിച്ച് ഒന്നായി തന്നെ തീരും. എണ്ണയും തിരിയും ഉണ്ടായിരുന്നത് വരെ ഒരു ജ്വാല ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടേയിരുന്നു.
ഈ എണ്ണയും ഈ തിരിയും തീർന്നു കഴിഞ്ഞപ്പോൾ അഗ്നിയില്ല, ജ്വാലയുമില്ല, പ്രകാശമില്ല. ഞാനെന്ന ഒരു ഭാവത്തെ സമ്പൂർണമായിട്ടും അവിടെ ഉപേക്ഷിക്കും. ഞാനില്ല. ഒന്നാണ് യഥാ അർച്ചിഹി എന്ന് പറഞ്ഞത്, തിരി എന്ന പോലെ. ആത്മാനമത്ത പുരുഷോ വ്യവധാനമേകം. ആത്മാനം തന്നെ അത്ര അവിടെ പുരുഷനായിട്ട് അവ്യവധാനം, ഒരു മറവുമില്ലാത്ത ഏകം ഒന്നായി തീർന്ന അന്വേക്ഷതയെ അനുഭവിച്ച് അറിയപ്പെടുന്നു. പ്രതിനിവൃത്ത ഗുണപ്രവാഹം, ഗുണപ്രവാഹങ്ങളിൽ നിന്ന് പിന്തിരിക്കും. സത്വമില്ല, രജസില്ല, തമസില്ല. 3 ഗുണങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞതായ ആ ജീവൻ അവ്യവധാനമായ ഏകനായ പുരുഷനെ തൻ്റെ ആത്മാവ് തന്നെയാണെന്ന് അന്വേക്ഷതയെ കണ്ടറിയുന്നു, അനുഭവിച്ചറിയുന്നു. മുക്താശ്രയം വിർഹി നിർവിഷയം വിരക്തം നിർവാണമർക്ഷതി മനഃസഹസായഥാർച്ചി. ആത്മാനമത്ര പുരുഷോ വ്യവധാനമേകം അന്വീക്ഷതേ പ്രതിനിവൃത്ത ഗുണപ്രവാഹം. മുക്താശ്രയം നിർവിഷയം മനഃ സഹസ നിർവാണം യർഹി പൃച്ഛതി തർഹി പുരുഷഃ പ്രതിനിവൃത്ത ഗുണപ്രവാഹ ഏകം ആത്മാനം അവ്യവധാനം അന്വീക്ഷതേ. മുക്താശ്രയം യർഹി നിർവിഷയം വിരക്തം നിർവാണമർക്ഷതി മനഃസഹസായഥാർച്ചി. ആത്മാനമത്ര പുരുഷോ വ്യവധാനമേകം അന്വീക്ഷതേ പ്രതിനിവൃത്ത ഗുണപ്രവാഹം. മുക്താശ്രയം വിർഹി നിർവിഷയം വിരക്തം നിർവാണമർക്ഷതി മനഃസഹസായഥാർച്ചി. ആത്മാനമത്ര പുരുഷോ വ്യവധാനമേകം അന്വീക്ഷതേ പ്രതിനിവൃത്ത ഗുണപ്രവാഹം. സോപ്യേതയാ ചരമയാ മനസോ നിവൃത്യാം തസ്മിൻ മഹിമ്യവസിത സുഖദുഃഖബാഹ്യേൻ ഹേതുത്വമപ്യസതി കർത്തരി ദുഃഖയോ യത് സ്വാത്മൻ വിധത്ത ഉപലബ്ധപരത്മകഷ്ടാം. സഹ അപി അവനും സോവി ഏതയാ സോപ്യേതയാ സഹ അപി ഏതയാ സോപ്യേതയാ അവനും ഏതയാ ഇതുകൊണ്ട് ചരമയാ, ചരമം എന്ന് വെച്ചാൽ അവസാനം, ചരമയാ അവസാനത്തേതായ മനസ്സു നിവൃത്തിയ മനസ്സിന്റെ നിവൃത്തി കൊണ്ട് അവസാനത്തേതായ മനസ്സിന്റെ മനോനിവൃത്തി കൊണ്ട് തസ്മിൻ അതിൽ മഹിംനി അവസിത ആ മഹിമാവിൽ മഹിംനി മഹിമാവിൽ ആ മഹിമാവിൽ അവസിത പ്രാപിച്ചവനായിത്തീരുന്നു. ഈ ജീവൻ ഏറ്റവും ഒടുവിൽ മനസ്സിന് വിഷയങ്ങളൊന്നുമില്ലാതെ കണ്ട് എല്ലാത്തിൽ നിന്നും പിന്തിരിഞ്ഞപ്പോൾ ഞാനെന്നുള്ള പരമാത്മ തത്വസ്വരൂപത്തിലേക്ക് താനേ ലയിച്ച് ഇല്ലണ്ടാകും. സുഖദുഃഖവാക്യേ, സുഖമില്ല ദുഃഖമില്ല, അതിൻ്റെയൊക്കെ പുറത്താണ്, വാക്യമാണ്. ഹേതുത്വമപ്യസതി, കാരണമില്ലാതിരിക്കെ, ഹേതുത്വം കാരണം, അസതി ഇല്ലാതിരിക്കുക. ഹേതുത്വം അപ്പി അസതി കർത്തരി കർത്താവിൽ ദുഃഖയോഹു യത് ദുഃഖയോഹു യത് ഒരു കാരണവുമില്ലാതെ ആ സുഖദുഃഖഭാഷ്യമായ സുഖദുഃഖങ്ങൾ വിട്ടിരിക്കുന്ന ആ മഹിമാവിൽ പ്രാപിച്ചവനായിട്ട് സ്വന്തം ആത്മാവിൽ സ്വാത്മൻ വിധത്ത ഉപലബ്ധ പരാത്മകഷ്ഠ സ്വന്തം ആത്മാവിന്റെ തത്വത്തോടു കൂടിയവനായിട്ട് ദുഃഖയോഹോ എന്ന് വെച്ചാൽ സുഖദുഃഖയോഹോ രണ്ടെണ്ണങ്ങളുടെയും ഹേതുത്വം കാരണത്തെ അനുഭവിക്കുന്ന അവസ്ഥയെ അസതി കർത്തരി ഒരാളില്ലാതായിട്ട് നിശ്ചയിക്കും.
ഞാൻ എന്ന വ്യക്തിസത്ത എന്ന ജീവാത്മാവ് നിലനിൽക്കുന്നെങ്കിലല്ലേ ഉള്ളൂ എനിക്ക് സുഖവും ദുഃഖവും ഒക്കെ. സുഖം അനുഭവിക്കേണ്ട കർത്താവാണ് ഞാൻ, ദുഃഖം അനുഭവിക്കാനുള്ള കർത്താവാണ് ഞാൻ. ഇത് രണ്ടും ഇല്ലാണ്ടാവും. ഞാനില്ല അവിടെ. ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ സുഖദുഃഖങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരില്ല. ഞാൻ ആ ആത്മസ്വരൂപത്തിലേക്ക് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് അതിന് പോരില്ല. അങ്ങനെ ഞാൻ ലയിച്ചില്ലാണ്ടായാൽ പിന്നെ സുഖദുഃഖങ്ങളുടെ ബാധ ഇനി ഉണ്ടാവില്ല. അപ്പോൾ മനസ്സ് സമ്പൂർണമായിട്ടും അതിലേക്ക് ലയിച്ച് ഞാനെന്ന അവസ്ഥയെ ഇല്ലാതായി തീരുമ്പോൾ, ഞാനെന്ന അഹങ്കാരം എന്ന കർത്തൃത്വഭാവം ഇല്ലാതായി തീരുമ്പോൾ, സുഖദുഃഖങ്ങൾ ഇല്ലാണ്ടായി തീരുമ്പോൾ, എല്ലാം പരമാത്മാവെന്ന് ആ അനുഭവത്തെ ഉള്ളം കൈയിലെ നെല്ലിക്ക പോലെ സാക്ഷാത്കരിച്ച് കൃതകൃത്യനായി അനുഭവിച്ചറിയാം. ഫോപ്യേതയാ ചരമയാ മനസോ നിവൃത്യാം തസ്മിൻ മഹിമ്യവസിത സുഖദുഃഖവാഹ്യേ ഹേതുത്വമപ്യസതി കർത്തരി ദുഃഖയോര്യത് സ്വാത്മൻ വിധത്ത ഉപലബ്ധപദാത്മകാഷ്ഠാം ഹ അപി ചരമയാ ഏതയാ മനസഃ നിവൃത്യാ സുഖദുഃഖവാഹ്യേ തസ്മിൻ മഹിമ്നി അവസിതഃ സ്വാത്മൻ ഉപലബ്ധപരാത്മകാഷ്ഠഃ ദുഃഖയോഃ ഹേതുത്വം അസതി കർത്തരി വിധത്തെ. ഫോപ്യേതയാ ചരമയാ മനസോ നിവൃത്യാം തസ്മിൻ മഹിമ്യവസിത സുഖദുഃഖവാഹ്യേ ഹേതുത്വമപ്യസതി കർത്തരി ദുഃഖയോര്യത് സ്വാത്മൻ വിധത്ത ഉപലബ്ധപരാത്മകാഷ്ഠാം. ഫോപ്യേതയാ ചരമയാ മനസോ നിവൃത്യാം തസ്മിൻ മഹിമ്യവസിത സുഖദുഃഖവാഹ്യേ ഹേതുത്വമപ്യസതി കർത്തരി ദുഃഖയോര്യത് സ്വാത്മൻ വിധത്ത ഉപലബ്ധപരാത്മകാഷ്ഠാം. ദേഹം ച തം ന ചരമ സ്ഥിതമുത്ഥിതം വാ വിദ്ധോ വിപശ്യതി യതോ അധ്യഗമത്സ്വരൂപം ദൈവാദുപേതമഥ ദൈവവശാദപേതം വാസോ യഥാ പരികൃതം മതിരാമദന്ധം. ദേഹം ച തം, ആ ദേഹത്തെ, താൻ എന്ന ജീവാത്മബോധമില്ലാണ്ടായാലും ഈ ദേഹം നിലനിൽക്കും. ഞാൻ ഇവിടെയുണ്ട്, ഞാൻ ശരീരം വിട്ടു പോയില്ല. ഞാൻ ആത്മസ്വരൂപത്തിലേക്ക് ലയം പ്രാപിച്ചതായിട്ട് എൻ്റെ മനസ്സുകൊണ്ട് ഭാവനയിൽ ഞാൻ അത് ലയിപ്പിച്ച് സാക്ഷാത്കരിക്കും. പക്ഷെ അപ്പോഴും എൻ്റെ ഈ ശരീരം ഇവിടെ നിലനിൽക്കുന്നേ. ദേഹം ച തം, ചരമഹ അവസാനത്തേതായ ഈ ദേഹത്തിൽ വർത്തിക്കുന്ന സ്ഥിതം ഉദ്ധിതം വാ, സ്ഥിതമായതും ഉദ്ധിതമായതും ഇരിക്കുന്നതും അതിൽ നിന്നും എഴുന്നേറ്റ് പോരുന്നതും, ഇരിക്കുന്നതായിട്ടോ എഴുന്നേക്കുന്നതായിട്ടോ സിദ്ധൻ ന വിപശ്യതി, കാണുന്നില്ല. ഈ ന അവിടെ വരണം. ന ചരമഹ എന്നുള്ളത്തെ ന വിപശ്യതി, കാണുന്നില്ല. അപ്പൊ ചരമഹ സിദ്ധ, ഏറ്റവും അവസാനത്തെ ഈ അനുഭൂതിയിൽ സിദ്ധിക്കുമ്പോൾ അത് അനുഭവിക്കുന്ന യോഗി സിദ്ധൻ സ്ഥിതം ഉദ്ധിതം വാ ന പശ്യത്, ഇരിക്കുന്നെന്നോ എഴുന്നേക്കുന്നോ അറിയത്തില്ല. ശരീരം കൊണ്ട് എന്ത് ചെയ്താലും അറിയത്തില്ല. ഏതോ അധ്യമഗത് സ്വരൂപം, ഞാനിവിടെ ഇല്ലല്ലോ, ഞാൻ എൻ്റെ സ്വരൂപത്തിലേക്ക് പോയി കഴിഞ്ഞു. ദൈവാത് ഉപേതമഥ ദൈവവശാത് അപേതം. വിധിയുടെ വൈഭവം കൊണ്ട് പ്രാരബ്ധം അനുഭവിക്കാൻ വേണ്ടി വന്നു ചേർന്നാണ് ഈ ശരീരം. ദൈവാത് ഉപേതം വന്നു ചേർന്നു. അഥാ ദൈവവശാത് അപേതം, അതേ വിധിയുടെ വശം കൊണ്ട് അത് പോവുകയും ചെയ്യും. ഈ ശരീരം ഞാൻ നേരത്തെ വേണമെന്ന് ആഗ്രഹിച്ച് അപേക്ഷ കൊടുത്ത് എഴുതി വാങ്ങിച്ച ശരീരമല്ല ഇത്. ദൈവാത് ഉപേതം, വിധി കൊണ്ട് എനിക്ക് ഈ ശരീരം കിട്ടതാണ്.
അത് വിധി കൊണ്ട് തന്നെ ഇല്ലാതാകുകയും ചെയ്യും. ദൈവാത് ഉപേതം അഥ ദൈവവശാത് അപേതം. ഇതെങ്ങനെയാണ്? വാഫോ യഥാ, വസ്ത്രം എപ്രകാരമാണോ പരികൃതം ഉടുത്തിരിക്കുന്ന, മതിര മദന്ധ, മതിര കൊണ്ട് മദ്യം കഴിച്ച് മദാന്ധനായ ഒരു മദ്യപാനി തന്റെ ശരീരത്തിൽ വസ്ത്രമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അയാൾ അറിയില്ല. അയാൾക്ക് ശരീരത്തോട് ബന്ധമില്ല. വസ്ത്രം ഇല്ലാതെ വഴിയെ നടക്കും, പക്ഷെ അയാൾ അറിയുന്നില്ല. കാരണം അയാൾക്ക് ശരീരവുമായിട്ടുള്ള ബന്ധം വേർപെട്ടു. എത്ര മനോഹരമായിട്ടാണ് വ്യാസൻ ഒരു മതിരാമദന്ധന്റെ വസ്ത്രം പോലെയാണ് ഈ സമയത്തെ യോഗിയുടെ അനുഭവം എന്ന് സാദൃശ്യപ്പെടുത്തുകയാണ്. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്തുമാത്രം ഭൗതിക ലോക ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് ഓരോ കാഴ്ചയുടെ ഉദാഹരണമായിട്ട് നമ്മെ കാണിക്കുകയാണ്. ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചു കഴിഞ്ഞ ഒരു യോഗിയുടെ അവസ്ഥയാണ്. അയാളുടെ ശരീരം പ്രാരബ്ധം കൊണ്ട് നിലനിൽക്കും. അത് പ്രാരബ്ധം തീർന്നെങ്കിലേ ശരീരം പോവുള്ളൂ. കാരണം ഈ ശരീരം എടുത്തത് പ്രാരബ്ധം കൊണ്ടാണ്, വിധി കൊണ്ടാണ്. അത് തീർന്നിട്ടേ ഈ ശരീരം വിട്ടുപോകാൻ പറ്റുമോ? അതുകൊണ്ടാണ് ചിലപ്പോൾ വെന്റിലേറ്ററിലും ഹോസ്പിറ്റലും ഒക്കെ 6 മാസമോ 1 വർഷമോ 2 വർഷമോ ഒക്കെ ഇങ്ങനെ കിടക്കുക. കാരണം എന്താണ്? ഇത് തീരണം എങ്കിൽ മാത്രമേ ഈ ശരീരം വിട്ടുപോകാൻ പറ്റുള്ളൂ. അതുവരെ ഇത് അനുഭവിക്കുക തന്നെ ചെയ്യും. അപ്പൊ ശരീരം എന്തിനു വേണ്ടി സ്വീകരിക്കുന്നുവോ അത് കഴിയുന്നതുവരെ ഈ ശരീരം നിലനിൽക്കും. അത് പ്രാരബ്ധത്തിന്റെ അനുഭവത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് അങ്ങനെ വന്നാൽ ദേഹസംബന്ധമായ സുഖദുഃഖാദികളൊന്നും യോഗിയെ ബാധിക്കത്തില്ല. അയാൾ അറിയുന്നില്ല തനിക്ക് ദേഹമുണ്ടെന്നോ ഒന്നും യോഗി അറിയത്തില്ല. അവൻ ആത്മസ്വരൂപത്തിന്റെ ജ്ഞാനാവസ്ഥയിൽ ലയിച്ചു ചേർന്നിരിക്കുന്നവനാണ്. പിന്നെ മറ്റൊന്നും ശരീരം ഉണ്ടായത് ഈ പ്രാരബ്ധം കൊണ്ടായ ശരീരമാണ്, അതങ്ങനെ പോവുള്ളൂ. ഈ വക ചിന്തകളൊന്നും ഇയാളെ സംബന്ധിച്ചുണ്ടാവില്ല. മതിമറന്ന് നടക്കുന്ന ഒരാൾ, മദ്യലഹരിയിൽ മതിമറന്നു പോകുന്ന ഒരാൾ വസ്ത്രം ശരീരത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വഴിയിൽ വീണുപോയാലും അയാൾ അറിയാത്തതാണ് ഈ അവസ്ഥ. ഏഹന്തം മതരമസ്ഥിതമുദ്ധിതം വാ സിദ്ധോ വിപശ്യതി യതോദ്ഗമഗമ അർത്ഥഗമത്സ്വരൂപം ദൈവാദുപേതമഥ ദൈവവശാദപേതം വാസോ യഥാ പരികൃതം മധുരാമദന്ധം. ചരമഃ സിദ്ധഃ ദൈവാദ് ഉപേതം ദൈവവശാദ് അപേതം തം ദേഹം ച സ്ഥിതം വാ ഉദ്ധിതം വാ പശ്യതി യതഃ സ്വരൂപം അധ്യഗമം മതിരാമദന്ധഃ പരികൃതം വാസഃ യഥ ദേഹഞ്ജതം നചരമസ്ഥിതമുദ്ധിതം വാ സിദ്ധോ വിപശ്യതി യതോദ്ധ്യഗമത്സ്വരൂപം ദൈവാദുപേതമഥ ദൈവവശാദപേതം വാസോ യഥാ പരികൃതം മതിരാമദന്ധം. ദേഹോപി ദൈവവശക ഖലു കർമ്മയാവത് സ്വാരംഭകം പതി സമീക്ഷതേവ സാസു തം സപ്രപഞ്ചമതിരൂഢസമാധിയോഗ സ്വാപ്നം പുനർന ഭജതേ ബുദ്ധവസ്തു. ദേഹോപി ദേഹവും ദൈവവശക ദൈവാധീനം കൊണ്ടാണ്, വിധിക്ക് വശകമാണ്. ഖലു തീർച്ചയായും കർമ്മ യാവത് കർമ്മം ചെയ്യുന്നിടത്തോളം സ്വാരംഭകം പ്രതി സമീക്ഷതേവ ഫാസു ഫാ അഫു അഫുവിനോടുകൂടി പ്രാണനോടുകൂടി അഫു പ്രാണൻ ഫാഫു പ്രാണനോടുകൂടി കർമ്മം നിലനിൽക്കുന്നിടത്തോളം കാലം പ്രാണനോടുകൂടി സമീക്ഷത നിലനിൽക്കുന്നു, കാണപ്പെടുന്നു. ശരീരം എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്നൊരു ചോദ്യത്തിന് മറുപടിയാണ്. ആഹാരങ്ങളൊക്കെ ആര് കൊടുക്കും? ശരീരത്തിന്റെ സംസ്കാരം, ശൗചം, കുളി, ഇതൊക്കെ ആര് ചെയ്യും? എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത്? ഞാൻ ശരീരമാതൊരു ബോധമില്ലാതെ കണ്ടാൽ പിന്നെ ഇയാൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? അപ്പോഴാണ് പറഞ്ഞത് ഈ ദേഹം പ്രാരബ്ധം കൊണ്ടുണ്ടായതാണ്.
ആ കർമ്മം എത്ര കാലമുണ്ടോ അത്ര കാലവും കർമ്മബന്ധത്തിന് അടിമയായിട്ട് നിലനിൽക്കുക തന്നെ ചെയ്യും ആ ശരീരം. കർമ്മത്തിന് സംസ്കാരം കൊണ്ട് ശരീരം നിലനിൽക്കും. അതിനു വേണ്ടതൊക്കെ ശരീരം നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ ദേഹത്തിൽ അഹംഭാവം ഉണ്ടാവില്ല. എന്റെ പുത്രൻ, എന്റെ വീട്, എന്റെ ശരീരം, ഇതൊന്നും ഉണ്ടാവില്ല. തം സപ്രപഞ്ചം അധിരൂഢ സമാധിയോഗ, തം അവനെ, സപ്രപഞ്ചം പ്രപഞ്ചത്തോട് ചേർന്നിരിക്കുന്ന ആ ദേഹത്തെ, അധിരൂഢ സമാധിയോഗ സമാധിയോഗത്തിൽ കയറിയിരിക്കുന്ന ആ ദേഹത്തെ, സ്വപ്നം സ്വപ്നാവസ്ഥയെ പോലെ പുനർനഭജതേ പ്രതിബുദ്ധ വസ്തു, ഉണർന്നു കഴിയുമ്പോൾ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളെ ആശ്രയിക്കാത്തതുപോലെ. ഉറക്കത്തിലാണ് സ്വപ്നം കാണുക. ആ സ്വപ്നത്തിൽ കണ്ട എത്രയെത്ര മനോഹരവും ഭീകരവുമായ കാഴ്ചകൾ ഉണർന്നു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മെ ബാധിക്കത്തില്ല. സ്വപ്നത്തിൽ ആന വന്ന് കുത്തി കൊമ്പിറക്കി ശരീരത്തിൽ ഇറക്കി ഞാനിതാ ചോരയിൽ കുളിച്ച് കിടക്കുന്നു എന്ന് വിചാരിക്കുന്ന ഒരുവൻ പ്രതിബുദ്ധ വസ്തു. ഉണർന്നു കഴിഞ്ഞാൽ പുനർനഭജതേ, പിന്നെ ആനയില്ല, ചോരയില്ല, കൊമ്പുമില്ല, ഒന്നുമില്ല. ഇതുപോലെയാണ് സമാധി യോഗത്തിൽ അധിരൂഢനായ ഒരുവൻ പിന്നെ മറ്റൊന്നും അറിയുകയില്ല. അഥവാ അറിഞ്ഞാൽ അതിലേക്ക് തിരിച്ചു വരില്ല. വെള്ളം കുടിക്കുമ്പോൾ ദാഹിച്ചിട്ടൊന്നുമല്ല, ഭക്ഷണം കഴിക്കുന്ന വിശന്നിട്ടുമല്ല. പിന്നെന്താണ്? ഇതൊക്കെ ശരീരം അതിനാവശ്യം വരുമ്പോൾ കണ്ടുപിടിച്ച് ചെയ്തു പോയിക്കോളും. നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് യോഗിയുടെ ഗതി അല്ലെങ്കിൽ നിശ്ചയം. ദേഹോപി ദൈവവശക ഖലു കർമ്മയാവത് സ്വാരംഭകം പ്രതി സമീക്ഷതേവ ഭാഫു തം സപ്രപഞ്ചമതിരൂഢ സമാധിയോഗ സ്വപ്നം പുനർനഭജതേ പ്രതിബുദ്ധ വസ്തു. ദേഹ അപി ദൈവവശക സ്വാരംഭകം കർമ്മ യാവത് ഭാഫു സമീക്ഷത ഏവ അധിരൂഢ സമാധിയോഗ പ്രതിബുദ്ധ വസ്തു സ്വപ്രപഞ്ചം തം സ്വാപ്നം പുനഃ ന ഭജതേ. ദേഹോപി ദൈവവശക ഖലു കർമ്മയാവത് സ്വാരംഭകം പ്രതി സമീക്ഷതേവ ഭാഫു തം സ്വപ്രപഞ്ചമധിരൂഢ സമാധിയോഗ സ്വാപ്നം പുനർന ഭജതേ പ്രതിബുദ്ധ വസ്തു. ദേഹോപി ദൈവവശക ഖലു കർമ്മയാവത് സ്വാരംഭകം പ്രതി സമീക്ഷതേവ ഭാഫു തം സ്വപ്രപഞ്ചമധിരൂഢ സമാധിയോഗ സ്വാപ്നം പുനർന ഭജതേ പ്രതിബുദ്ധ വസ്തു. യഥാ പുത്രാച്ച വിത്താച്ചാം പൃഥങ് മർത്യ പ്രതീയതേ അപ്യാത്മത്വേനാഭിമതാദേഹാദേ പുരുഷസ്തഥാം. എപ്രകാരമാണോ പുത്രാച്ച പുത്രനിൽ നിന്ന്, വിത്താച്ച ധനത്തിൽ നിന്ന്, പൃഥക് വേർതിരിഞ്ഞിരിക്കുന്ന മർത്യ പ്രതീയത, അങ്ങനെയുള്ള ഒരു മനുഷ്യഭാവത്തെ അറിയപ്പെടാൻ പറ്റും. പുത്രനെ കണ്ടാൽ ഇതെന്റെ പുത്രനാണ് എന്ന് പോലും തോന്നിക്കില്ല. ധനം കാണുമ്പോൾ ഇതെന്റെ തന്റെ ധനമാണ് എന്നും തോന്നിക്കില്ല. ആത്മത്വേന അഭിമതാ, ആത്മാവുമായിട്ടുള്ള അഭിമതി കൊണ്ട് ദേഹാദേഹി, ദേഹാദികളോട് ഒരു വിരക്തിയാണ്, അനുഭവത്തെ ഉണ്ടാക്കില്ല. പുരുഷ തഥ, അപ്പോൾ പുരുഷൻ ഇതാണ് അവസ്ഥ. യഥാപുത്രാച്ച വിത്താച്ച പ്രഥമത്യ പ്രതീയതേ അപ്യാത്മത്വേനാഭിമതാദേഹാദേ പുരുഷസ്തഥാം. പുത്രാത് വിത്താത് പൃഥക് മർത്യ യഥാ പ്രതീയതേ തഥാ പുരുഷഃ ആത്മത്വേന അഭിമതാത് ദേഹാദേ പൃഥക് പ്രതീയതേ. യഥാ പുത്രാച്ച വിത്താച്ച പൃഥക് മർത്യ പ്രതീയതേ അപ്യാത്മത്വേനാഭിമതാത് ദേഹാദേ പുരുഷസ്തഥാം. യഥോന്മുഖാത് സ്ഫുലിംഗാത് ധൂമാദ്വാപി സ്വസംഭവാത് അപ്യാത്മത്വേനാഭിമതാദ്യഥാഗ്നി ഉൽമുഖാത്. യഥാ എപ്രകാരമാണോ, ഉൽമുഖാത്, ഉൽമുഖം തീക്കൊള്ളി, തീ കത്തിക്കുന്ന കൊള്ളിയുടെ പേരാണ്. ഉൽമുഖാത് വിസ്ഫുലിംഗാത്, വിസ്ഫുലിംഗമായ
തീപ്പൊരിയിൽ നിന്നും തീക്കൊള്ളിയിൽ നിന്നും അതേപോലെ തീപ്പൊരിയിൽ നിന്നും ധൂമാത് വാപി സംഭവാത് പുകയിൽ നിന്നും തീപ്പൊരിയിൽ നിന്നും പൃഥക് ഉൽമുഖാത് അഗ്നിഹി യഥാ തീക്കൊള്ളിയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതാണ് അഗ്നി. വിസ്ഫുലിംഗത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതാണ് അഗ്നി. ധൂമത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതാണ് അഗ്നി. ഈ മൂന്നിൽ നിന്നും വേറിട്ടാണ് അഗ്നിയുടെ സ്വരൂപം. പക്ഷേ ഈ മൂന്നിലെ അഗ്നിക്ക് നിൽക്കാൻ പറ്റും. അഗ്നിക്ക് ഇതുമായിട്ട് ബന്ധമില്ല. ഇതുപോലാണ് അപ്പോൾ നമ്മുടെ പ്രാണന് ഈ ശരീരവുമായി ബന്ധം ഉണ്ടാവില്ല. ഈ ശരീരവുമായി അതിനൊരു ബന്ധവും ഉണ്ടാവില്ല. ഏതുപോലെ തീക്കൊള്ളിയിലെ തീ പോലെ, തീപ്പൊരിയിലെ തീ പോലെ, പുകയിലെ തീ പോലെ. യഥാ ഉൾമുഖാത് വിസ്ഫുലിംഗാത് ധൂമാദ്വാപി സ്വസംഭവാത്. ഇത് മൂന്നും ഉണ്ടായത് എവിടെ നിന്നാണ്? അഗ്നിയിൽ നിന്നാണ്. അഗ്നി ഉള്ളത് കൊണ്ടാണ് തീക്കൊള്ളി ഉണ്ടായത്, തീപ്പൊരി ഉണ്ടായത്, പുകയുണ്ടായത്. പക്ഷെ ഈ മൂന്നുമായിട്ട് അഗ്നിക്ക് ഒരു ബന്ധവുമില്ല. അതിൽ നിന്നും വേറിട്ടാണ് അഗ്നി നിൽക്കുന്നത്. അതേപോലെ അഭി ആത്മത്വേന അഭിമതാത്, ആത്മാവുമായിട്ടുള്ള അഭിമതം കൊണ്ട് യഥാഗ്നി പൃഥക് ഉൽമുഖാത്. അഗ്നി എങ്ങനെ ഉൾമുഖത്തിൽ നിന്ന് വേർപിരിയുന്നോ അതേപോലെ നമ്മുടെ പ്രാണൻ ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞിരിക്കും. യഥോൽമുഖാത് വിസ്ഫുലിംഗാത് ധൂമാദ്വാപി സ്വസംഭവാത് അപ്യാത്മത്വേനാഭിമതാത് യഥാഗ്നി പൃഥക് ഉൽമുഖാത്. ഉൾമുഖാത് സ്വസംഭവാത് ധൂമാത് വിസ്ഫുലിംഗാത് പൃഥക് ഉൽമുഖാത് അഗ്നി യഥാ പൃഥക് തഥാ ആത്മത്വേന അഭിമതാത് ആത്മാ പൃഥക്. യഥോൽമുഖാത് വിസ്ഫുലിംഗാത് ധൂമാദ്വാപി സ്വസംഭവാത് അപ്യാത്മത്വേനാഭിമതാത് യഥാഗ്നി പൃഥക് ഉൽമുഖാത്. യഥോൽമുഖാത് വിസ്ഫുലിംഗാത് ധൂമാദ്വാപി സ്വസംഭവാത് അപ്യാത്മത്വേനാഭിമതാത് യഥാഗ്നി പൃഥക് ഉൽമുഖാത്. ഭൂതേന്ദ്രിയാന്തഃകരണാൻ പ്രധാനാത് ജീവസത്നിതാത് ആത്മാ തഥാ പൃഥക് ദ്രഷ്ടാ ഭഗവൻ ബ്രഹ്മസത്നിതാം. ഭൂതേന്ദ്രിയ അന്തഃകരണാൻ, ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, അന്തഃകരണം, ഇവയിൽ നിന്നും പ്രധാനാത് ജീവസത്നിതാത്, അവയിൽ ഭവിച്ചിരിക്കുന്ന പ്രധാനത്തിൽ നിന്നുമാണ് ജീവൻ എന്ന് പേരുണ്ടായത്. ആത്മാ തഥാ പൃഥക് ദ്രഷ്ടാ, ആത്മാവ് അതിൽ നിന്നും വേറെയാണ്. ഭഗവാൻ ബ്രഹ്മസത്നിത, അതിനെ പരമാത്മാവെന്ന് ബ്രഹ്മം എന്ന് വിളിക്കപ്പെടുന്നു. ഈ പ്രകൃതിയിൽ കാണപ്പെടുന്ന ഭൂതങ്ങള്, ഇന്ദ്രിയങ്ങൾ, അന്ധഃകരണങ്ങൾ ഇതെല്ലാം പരിണമിച്ച് ഈ പ്രകൃതിയിൽ നിന്നാണ് ചേഷ്ടാസ്വരൂപമായ ആ ബുദ്ധിയോട് ചേർന്നിരിക്കുന്ന ഈ ജീവനിൽ നിന്നും ഭിന്നനാകുന്ന ഈ പരമാത്മാവ്. ജീവാത്മാവ്, പരമാത്മാവ് എന്ന രണ്ടെണ്ണമുണ്ട്. അത് ജീവാത്മാവിനാണ് പഞ്ചഭൂതങ്ങള്, ഇന്ദ്രിയങ്ങള്, അവയുടെ കരണങ്ങൾ, ഇതൊക്കെ ഈ ജീവാത്മാവിന്റെ പേരുകളാണ്. പരമാത്മാവിന് ഭൂതങ്ങളില്ല, ഇന്ദ്രിയങ്ങളില്ല, കരണങ്ങളില്ല, ഒന്നുമില്ല. എൻ്റെ മനസ്സെന്ന് പറയുന്നത് ജീവാത്മാവിന്റെ മനസ്സാണ്. എൻ്റെ ഇന്ദ്രിയം ജീവാത്മാവിന്റെ ഇന്ദ്രിയമാണ്. ഇതൊന്നും പരമാത്മാവിനില്ല. അതിൽ നിന്നും ആത്മാ തഥാ പൃഥക് ദ്രഷ്ട, ആത്മാവ് വേർപിരിഞ്ഞാണ് കാണപ്പെടുന്നത്. ബ്രഹ്മം എന്നാണ് എൻ്റെ പേര്. ഭൂതേന്ദ്രിയാന്തഃകരണാത് പ്രധാനാത് ജീവസത്നിതാത് ആത്മാ തഥാ പൃഥക് ദ്രഷ്ട ഭഗവാൻ ബ്രഹ്മസത്നിതഃ. ഭൂതേന്ദ്രിയ അന്തഃകരണാത് പ്രധാനാത് ജീവസത്നിതാത് ദ്രഷ്ട ആത്മാ പൃഥക് ഭഗവാൻ ബ്രഹ്മസത്നിതഃ. ഭൂതേന്ദ്രിയ അന്തഃകരണാത് പ്രധാനാത് ജീവസത്നിതാത് ആത്മാ തഥാ പൃഥക് ദ്രഷ്ട ഭഗവാൻ ബ്രഹ്മസത്നിതഃ. സർവഭൂതേഷു ചാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷേദാനന്യഭാവേന ഭൂതേഷു തദാത്മതാം. സർവഭൂതേഷു ച ആത്മാനം, എല്ലാ ഭൂതങ്ങളിലും തൻ്റെ ആത്മാവിനെയും, സർവഭൂതാനി ച ആത്മനി, എല്ലാ ഭൂതങ്ങളും തൻ്റെ ആത്മാവിലും, ഈക്ഷേത കാണപ്പെടുന്നു, അനന്യഭാവേന മറ്റൊരു ഭാവവുമില്ലാതെ, ഭൂതേഷു ഇവ തദാത്മതാം,
ഭൂതങ്ങൾ സർവഭൂതങ്ങളിലും തന്റെ ആത്മാവിനെ കാണുന്നു, തന്റെ ആത്മാവിൽ സർവഭൂതങ്ങളെയും കാണുന്നു. മറ്റൊരു ഭാവമില്ലാതെ ഇങ്ങനെ കാണുക തന്നെ ചെയ്യണം. സർവഭൂതേഷു ചാത്മാനം സർവഭൂതാനുജാത്മനി ഈക്ഷേതാനന്യഭാവേന ഭൂതേഷു തദാത്മതാം. സർവഭൂതേഷു ആത്മാനം ച ആത്മനി സർവഭൂതാനി ച ഭൂതേഷു തദാത്മതാം ഇവ അനന്യഭാവേന ഈക്ഷേത. സർവഭൂതേഷു ചാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷേതാനന്യഭാവേന ഭൂതേഷു തദാത്മതാം. സ്വയോനിഷു യഥാ ജ്യോതിരേകം നാനാപ്രതീയതേ യോനീനാം ഗുണവൈഷമ്യാത് തഥാത്മാ പ്രകൃതൗ സ്ഥിതാം. സ്വയോനിഷു യഥാ ജ്യോതിഹി ഏകം. തൻ്റെ ഉൽപ്പത്തി സ്ഥാനത്ത് അഗ്നി ഒന്നായിട്ട് കാണപ്പെടും. പിന്നെ നാനാപ്രതീയത, പിന്നെ പലതായിട്ട് കാണും. യോനീനാം ഗുണവൈഷമ്യ, ഉൽപ്പത്തി സ്ഥാനങ്ങളുടെ ഗുണവൈഷമ്യം കൊണ്ട് തഥാ ആത്മാ പ്രകൃതൗ സ്ഥിത. ആത്മാവ് അതുകൊണ്ടാണ് പ്രകൃതി സ്ഥിതി ചെയ്യുന്നതായിട്ട് കാണുന്നത്. അഗ്നിയുടെ പ്രകാശത്തിന് കാരണമായിരിക്കുന്ന എന്താണ്? വിറകാണ്. വിറകില്ലെങ്കിൽ അഗ്നിക്ക് നിൽക്കാൻ പറ്റില്ല. പക്ഷേ ഈ വിറകിന്റെ ആകൃതി അനുസരിച്ച് അഗ്നിയുടെ ആകൃതി മാറും. നീളത്തിലാണെങ്കിൽ, വട്ടത്തിലാണെങ്കിൽ, കട്ടിയുള്ളതാണെങ്കിൽ, ചുരുണ്ടതാണെങ്കിൽ, വളഞ്ഞു പൊളഞ്ഞതാണെങ്കിൽ അഗ്നി വളഞ്ഞു പൊളഞ്ഞ് തന്നെ പോകും. അപ്പം കാഷ്ഠാദികളായ പദാർത്ഥങ്ങളുടെ ആകൃതിയാണ് അഗ്നിയുടെ ആകൃതിക്ക് കാരണം. ചെറിയ വിറകിട്ടാൽ, ഒരു കുഞ്ഞു കമ്പിട്ടാൽ ചെറിയ തീയും, വലിയ വിറകിട്ടാൽ വലിയ തീയും, നീണ്ട വിറകിട്ടാൽ നീണ്ട തീയും. അതേപോലെയാണ് ഈ പ്രകൃതി കാര്യങ്ങളായ പക്ഷികൾ, മൃഗങ്ങൾ, മനുഷ്യർ, ദേവന്മാർ എന്നിങ്ങനെ പല ഭേദങ്ങളിൽ ശരീരത്തിൽ വസിക്കുന്ന ആത്മാവ് പലതായിട്ട് കാണപ്പെടുന്നു എന്നേ ഉള്ളൂ. ഈ വലിയ കൂറ്റൻ വിറകിൽ കണ്ട തീയെ ഒരു ചെറിയ ഈർക്കിൽ കത്തിനിൽക്കുന്ന തീ രണ്ടും ഒരു തീ തന്നെയാണ്. ഇതുപോലെയാണ് ആത്മാവിന്റെ അവസ്ഥ. സ്വയോനിഷു യഥാ ജ്യോതിരേകം നാനാപ്രതീയതേ യോനീനാം ഗുണവൈഷമ്യ തഥാ ആത്മാ പ്രകൃതൗ സ്ഥിതം. സ്വയോനിഷു ഏകം ജ്യോതിഹി യോനീനാം ഗുണവൈഷമ്യാത് നാനാ യഥാ പ്രതീയതേ തഥാ പ്രകൃതൗ സ്ഥിതഃ നാനാ പ്രതീയതേ. സ്വയോനിഷു യഥാ ജ്യോതിരേകം നാനാ പ്രതീയതേ യോനീനാം ഗുണവൈഷമ്യ തഥാത്മാ പ്രകൃതൗ സ്ഥിതം. സ്വയോനിഷു യഥാ ജ്യോതിരേകം നാനാ പ്രതീയതേ യോനീനാം ഗുണവൈഷമ്യാൽ തഥാ ആത്മാ പ്രകൃതൗ സ്ഥിതഃ. തസ്മാദിമാം സ്വാം പ്രകൃതിം ദൈവീം സദസദാത്മികാം ദുർവിഭാവ്യാം പരാഭാവ്യ സ്വരൂപേണാവതിഷ്ഠതേ. തസ്മാത് അതുകൊണ്ട് ഇമാം സ്വാം പ്രകൃതിയും തൻ്റെ ഈ പ്രകൃതിയെ ദൈവീം സദസദാത്മിക കാര്യരൂപേണയും കാരണരൂപേണയും പരിണമിച്ചിരിക്കുന്ന ഈ ദൈവീ സമ്പത്തിനെ, ഈശ്വരനെ സംബന്ധിച്ചതായ സ്വാം പ്രകൃതി, സ്വന്തം പ്രകൃതിയെ ദുർവിഭാവ്യാം പരാഭാവ്യ, ഇന്ന വിധം ഇരിക്കുന്നു നിശ്ചയിക്കാനാവാത്ത ആ ഭാവത്തെ പരാഭാവ്യ അതിക്രമിച്ചിട്ട് സ്വരൂപേണ അവതിഷ്ഠത, അവരുടെ സ്വരൂപത്തിൽ തന്നെ ഇരിക്കണം. കാരണം പ്രകൃതി പുരുഷനെ ഒരു കാലത്തും വിട്ടിരിക്കില്ല, രണ്ടും കൂടെ ഒന്നിച്ചേരും. അങ്ങനെ ആണെങ്കിൽ പിന്നെ എങ്ങനെ മുക്തി കിട്ടും എന്നാണെങ്കിൽ, മുമ്പ് പറഞ്ഞ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ സാധന കൊണ്ട് ഒരു ഭഗവത് ഭക്തൻ ദേവമനുഷ്യാദികളായ ശരീരങ്ങളിലെ അതൊക്കെ കാരണങ്ങളാണ്. ആ കാരണങ്ങളായിരിക്കുന്ന ശരീരത്തിന് അതൊക്കെ ഓരോരോ കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾക്ക് കാരണമായത് ആത്മസ്വരൂപമായ ഈശ്വരനാണ്. അത് പതുക്കെ പതുക്കെ ചിന്തയിൽ കണ്ടെത്തിയിട്ട് ഈശ്വരമയമായ ഈശ്വര കാരുണ്യം കൊണ്ട് ഈ ഭാവത്തെ അതിക്രമിച്ചിട്ട് ബ്രഹ്മസ്വരൂപനായ ആ ഭഗവാനെ പ്രാപിക്കും. പിന്നെ തിരിച്ച് സംസാരത്തിലേക്ക് വരില്ല. തസ്മാദിമാം സ്വാം പ്രകൃതിം ദൈവീം സദസദാത്മികാം ദുർവിഭാവ്യം പരാഭാവ്യ സ്വരൂപേണാവതിഷ്ഠതേ. അത് സദസദാത്മികാം ദുർവിഭാവ്യാം ദൈവീം സ്വാം പ്രകൃതിം പരാഭാവ്യ സ്വരൂപേണ അവതിഷ്ഠതേ. തസ്മാദിമാം സ്വാം പ്രകൃതിം ദൈവീം സദസദാത്മികാം
ദുർവിഭാവ്യം പരാഭാവ്യസ്വരൂപേണ പ്രതിഷ്ഠതേ ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ തൃതീയസ്കന്ധേ മോക്ഷസർഗനിരൂപണം പ്രകടനെ വൈഷ്ണവ യോഗ നിരൂപണം നാമ അഷ്ടാവിംശതമോധ്യായം. ഈ അധ്യായം തീർക്കാൻ വേണ്ടി 10 മിനിറ്റ് ഞാൻ കൂടുതൽ എടുത്തതാണ്. കാരണം ഇടയ്ക്കിട്ട് നിർത്തുന്ന അത് പൂർണ്ണമായിക്കോട്ടെ, യോഗാവസ്ഥയുടെ പൂർണ്ണത അറിയട്ടെ വിചാരിച്ച് ഇത്തിരി മുമ്പോട്ട് പോയതാണ്. എല്ലാവരും ക്ഷമയോടെ കാത്തിരുന്നതിൽ സന്തോഷം. ഇനിയും അടുത്ത നാളെ ക്ലാസ് ഉണ്ടാവില്ല. നാളെ നിന്ന് 14 ക്ലാസ് ഉണ്ടാവില്ല, ബുധനാഴ്ച. അടുത്ത ചൊവ്വാഴ്ച 20 ക്ലാസ് ഉണ്ടാവില്ല. അന്ന് എനിക്ക് ഇവിടെ ബാംഗ്ലൂർ ഒരു ഭാഗവത സത്രം, അത് ചൊവ്വാഴ്ചയാണ്, അതുകൊണ്ട് അന്നുണ്ടാവില്ല. അപ്പോൾ ഈ 2 ദിവസം ഇല്ല. ഇനിയും വരുന്നത് 21 ബുധനാഴ്ച ഉണ്ടാവുള്ളൂ എന്ന് നേരത്തെ അറിയിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഉപസം തിരിച്ചതിന് ശേഷം എന്തെങ്കിലും അത്യാവശ്യം ക്ഷമയെ ചോദിക്കാം, അല്ലെങ്കിൽ പിന്നീടാവും. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.